ഞാൻ ഇന്നലെ ടെലിഗ്രാമിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെലിഗ്രാമിൽ ഗേൾസ് സോൺ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, എനിക്കില്ല കേട്ടോ, കേട്ടതാ സംഭവം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് പെണ്ണിനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യണം. അതിനകത്ത് പിന്നെ ഒരു റേറ്റ് ലിസ്റ്റ് വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്വാതി പെയ്ഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതാരുടെ ഫോട്ടോയാ? എൻ്റെ ഫോട്ടോ. അതിനകത്ത് ഒരു 200-250 ഫോട്ടോയും വീഡിയോ എൻ്റെ അല്ല, വേറെ ആരുടെയോ വീഡിയോ ഒക്കെ അതിനകത്ത് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം വരുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നമ്മളപ്പം പേടിച്ചിരിക്കാൻ എന്താ കാര്യമില്ലല്ലോ. ഞാൻ FBയിൽ നമ്മുടെ ബിജുമോൻ ES സാറിനെ സമീപിച്ചു. സർ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ്, സൈബർ ലോയാണ്, സൈബർ ഫോറൻസിക് കൺസൾട്ടൻറ്റ് ആൻഡ് ട്രെയിനറാണ്. അങ്ങനെ സാറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. സാർ മുഴുവൻ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എല്ലാം സബ്മിറ്റ് ചെയ്തു, കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് പിന്നെ അതിനകത്ത് നോക്കിയപ്പോൾ ആ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു സ്വാധീനമില്ല, ഒരു പാവം പിടിച്ച പെണ്ണാണ് ഇപ്പോൾ ഫോട്ടോ കിടക്കുന്നത്. ആ ഫുൾ ഫോട്ടോയും വീഡിയോസും എല്ലാം റിമൂവ് ചെയ്തു. ഒരു മനീഷ് മക്വാനയാണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സർ കുറേ ഇതിൻ്റെ പുറകെ നടന്നു. ഓക്കെ, ബിജുമോൻ ESനോട് വളരെ നന്ദി. പോലീസുകാർക്ക് ഇത്രയും ക്രെഡിറ്റ് കൊടുക്കുന്നതിനേക്കാട്ടിലും ശരിക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ട ഇത്രയും കഷ്ടപ്പെടുന്ന ഇവരാണ്. ശരിക്കും സത്യം പറയാണ്. ഇവരോട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ലിങ്കും എല്ലാം നമ്മൾ കൊടുത്തു. അവർക്ക് ഈസിയാണ് കാര്യങ്ങൾ. ജസ്റ്റ് ഫോൺ ചെയ്തു ഇന്ന ആളാണെന്നും പറഞ്ഞു കൊടുത്തത് ബിജുമോൻ സാറാണ്. താങ്ക് യു സോ മച്ച്.